ആരുമില്ലേ ഓൺലൈനിൽ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വായോ. ആരെങ്കിലും ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് അങ്ങ് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി സാറാണല്ലോ. സാറിന്റെ മോളെ കല്യാണാണല്ലോ. എല്ലാ അന്തം കമ്മികൾക്കും ഒക്കെ കുരുപൊട്ടിയിട്ട് ഇങ്ങനെ ഒലിച്ചു കയറുന്നതാണ്. അതായത് സുരേഷ് ഗോപി സാറിന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിന് ഗുരുവായൂരെത്തുന്ന മോദിജി വരുന്നത് കൊണ്ടൊക്കെ അസ്വസ്ഥമായിട്ട് പ്രചരണങ്ങൾ, കള്ള പ്രചരണങ്ങളാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കൈരളി മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് നമ്പർ 1 ആയിട്ട് വ്യാജ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര വ്യാജ പ്രചരണം. അവിടെ ഗുരുവായൂർ കല്യാണം നടക്കുന്നില്ല, അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ നാടേ ഇതൊക്കെ. നിങ്ങളെ മുഖ്യമന്ത്രി ഇവിടെ റോഡുമേലൂട്ട് പോകുമ്പം കറുത്തിട്ട്, അതായത് കറുപ്പ് ഡ്രസ് ഇട്ട ആൾക്കാരെ കാണുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതെന്തിന്റെ പ്രോട്ടോക്കോളാണ്? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങളെല്ലാവരും, ഒന്ന് പറഞ്ഞാട്ടെ നമുക്ക്. എന്നിട്ട് അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പറയടോ. നാണോ മാനോ ഉളുപ്പില്ലാതെ വന്നിട്ട് സാറിന ഇങ്ങനെ എന്താ പറയേണ്ടത്? വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക. ഇത് തന്നെയല്ലേ നിങ്ങൾ എപ്പോഴും ഉണ്ടാവുന്ന പണി. ഒരു നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിന് ബാഡ് കമന്റുമായിട്ട് വരുന്ന നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് വലിയൊരു നട്ടുവിരൽ നമസ്കാരം. ഇങ്ങനെ പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക, നല്ലത് ചെയ്തു കഴിഞ്ഞാലും പിന്നെ എന്താ പറയേണ്ടത്, ബാഡ് കമന്റുമായിട്ട് വരുന്ന നിങ്ങളെ പോലെയുള്ള ഫേക്കന്മാര്, അത് നിന്നെ എന്താ പറയേണ്ടത്, അതിനൊക്കെ എന്താ പറയുക നമ്മൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഈ പിന്നെ നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ കറുപ്പിട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. നിങ്ങൾക്കത് മനസ്സിലായിനാ എങ്ങനെയാന്ന് എന്നുള്ളത്? എന്നിട്ട് ഇപ്പം സാറുവിൻ്റെ മകളെ കല്യാണത്തിന് മോദിജി വരുന്നത് കൊണ്ട് ഇവിടെ എത്രയോ കല്യാണങ്ങൾ അങ്ങ് മുടങ്ങി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് ഫേക്ക് അങ്ങ് വിട്ടു. എന്തോ ആടെ ഇതൊക്കെ. നിങ്ങൾക്കൊക്കെ ശരിക്കും നാണും മാനം ഒന്നും ഇല്ലേ? ഞാൻ അതിൻ്റെ അകത്ത് 2 കമന്റ് വായിച്ചടാം. നിങ്ങൾ പറഞ്ഞോ, ഞാൻ ബാക്കി പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം കമന്റിന്റെ ഒക്കെ മറുപടി വരും. നിങ്ങൾ പറഞ്ഞോ, ഞാനത് കേട്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ. അതൊന്നല്ല, എനിക്കതൊന്നല്ല. ഇതിൻ്റെ അകത്തൊരു PP ദിവ്യൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിനോന്ന്. അതായത് വിവാഹ ജീവിതത്തിലെ മറക്കാനാവാത്ത മുഹൂർത്തമാണ് മറ്റൊരാളുടെ സൗകര്യത്തിന് വേണ്ടി വിവാഹം മാറ്റിവെക്കുക എന്നതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ഇതിനൊക്കെ പറയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അങ്ങനെ ഗുരുവായൂരിലെ നുണക്കഥയൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിവാഹത്തിലൊക്കെ വിശ്വാസമായോ കമ്മ്യൂണിക്കെന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. എന്തുവാ ചെയ്യാ നിങ്ങളൊക്കെ? ഇതിൻ്റെ അകത്ത് വന്ന കമന്റും കൂടി ഞാൻ വായിച്ചുതരാം. നരേന്ദ്രമോദിനെ പച്ചക്ക് തെറി വിളിച്ച ആളാണ് ഇവര്. എന്നിട്ടാണ് ഇവര് എന്താ പറയേണ്ടത്, ഇങ്ങനത്തെ വൃത്തികെട്ട വർത്തമാനം പറയുന്നത്. എന്തായാലും ഇനി ആലോചിക്കേണ്ടത് ഹർത്താൽ വെക്കുമോ എന്നുള്ളതാണ്, അല്ലേ? ഹർത്താൽ വെക്കുമോ കമ്മികളെ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ഒന്ന് ഇടക്കൊന്ന് പറയണേ.
അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പ്രതാപനടക്കം കുരുപൊട്ടുന്നു. ഇപ്പൊ പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇവിടെ എന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതായത് സവാദിന്റെ വിഷയങ്ങൾ, കൈവെട്ട് കേസിലെ സവാദിന്റെ വിഷയങ്ങൾ, ഇതൊന്നും ഇവിടെ ചർച്ചയല്ല. നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നത് സുരേഷ് ഗോപി സാറിന്റെ കല്യാണം, മോളെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങേർക്കിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പണി കൊടുക്കണ്ടേന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന കമ്മിക്കൂട്ടങ്ങളാണ് ഇതിനൊക്കെ കാരണം, വേറെ ആരുമല്ല. അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്താ കാര്യല്ലേ? സംഭവം അതെ ഗീജ, ഇവിടെ കേരളല്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെയാണ് സംഭവം. അതായത് നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എല്ലാവരും, അതായത് എല്ലാ മന്ത്രിമാരെയും കൂട്ടി ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ യാത്രയില് ആരെങ്കിലും ഒരാൾ കറുപ്പ് ഡ്രസ് ഇട്ട് കഴിഞ്ഞാല് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് നമ്മുടെ മുഖ്യമന്ത്രി? അപ്പൊ അതൊന്നും പ്രശ്നമൊന്നുമില്ല. എന്തുവാടെ ഇതൊക്കെ? ഞാൻ എൻ്റെ കമന്റ് വായിക്കുന്ന, നിങ്ങൾക്ക് കമന്റിന് മറുപടി തരാം. പുതിയ നുണക്കഥയാണ്. എന്തായാലും ഗുരുവായൂരിലെ കല്യാണം മുടക്കൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു തിരക്കഥ എന്ന് തന്നെ പറയാം നമുക്ക്. അതായത് ഈ ദൈവങ്ങളിലും ക്ഷേത്രങ്ങളിലും വിശ്വാസമില്ലാതിരുന്ന സൈബർ കമ്മികളാണ് 2 ദിവസങ്ങളായിട്ട് ക്ഷേത്ര ആചാരങ്ങളിലും അതുപോലെ തന്നെ ജാതകങ്ങളിലും മുഹൂർത്തങ്ങളിലും വരെ ഉത്കണ്ഠ, ഭയങ്കര ഉത്കണ്ഠ തന്നെ. എന്താ സംഭവം തന്നെ അല്ലെ. നരേന്ദ്രമോദി ഗുരുവായൂർ വരുന്ന സുരേഷ് ഗോപി സാറിന്റെ മോളെ കല്യാണത്തിന് പങ്കെടുക്കുന്നത് അറിഞ്ഞിട്ട് സൈബർ കമ്മികളുടെ പുതിയ വിശ്വാസമായിട്ടുള്ള സംഭവം അല്ലേ? സംഭവം തന്നെ. മോദി വരുന്നത് കൊണ്ട് ആദ്യം പറഞ്ഞ് 17 വിവാഹം മുടങ്ങിയെന്ന്, ഇപ്പം പറഞ്ഞ് 12 ഇനിയിപ്പം നാളെ ഇപ്പം അത് 10 അതിന്റെ ഉച്ചയാകുമ്പോൾക്ക് എന്തായാലും 1 ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ അന്തംഗമികളുടെ കാര്യം. എന്തായാലും സോഷ്യൽ മീഡിയ മൊത്തം പ്രളയാവസ്ഥയാണ്. എന്തുവാന്ന് ഇത് നടക്കുന്നത്? ജാതകത്തിൽ വിശ്വാസം വന്ന് കമ്മികൾക്ക്, അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വാസം വന്ന് കണ്ണീര് കൊണ്ട് എന്താ പറയുക, അത്രയും ദയനീയ അവസ്ഥയാണ്. സുരേഷ് ഗോപി സാറിന്റെ മോളെ വരെ പ്രാക്കുന്ന അവസ്ഥ. സംഭവം തന്നെ. നിങ്ങളെയൊക്കെ സംഭവം തന്നെ അല്ലേ? എന്നാലും ഗുരുവായൂരപ്പന്റെ മുന്നില് അതായത് സമയമോ മുഹൂർത്തമോ ഒന്നും നോക്കണ്ട, അവിടെ ഈ ഒരു സംഭവം അറിയാതെ പോയി നമ്മുടെ അന്തംഗമ്മികൾ. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് സമയത്തിൽ മാത്രമേ മാറ്റമുള്ളൂ അല്ലെ. ബുക്ക് ചെയ്ത എല്ലാ വിവാഹങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഗുരുവായൂരില് എന്താണ് ഇപ്പൊ, നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രം പോയിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? വിശ്വാസമില്ല. നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാറുണ്ടോ? ഇല്ല. CPM-കാരോടാ ചോദിക്കുന്നത്, നിങ്ങൾ വിളക്ക് കത്തിക്കാറുണ്ടോ? ഇല്ല. അപ്പം വിശ്വാസമില്ലാത്ത ഒരു സന്ദർഭത്തില് നിങ്ങൾ ഈ ഒരു ഗുരുവായൂർ, അതായത് ഗുരുവായൂരപ്പന് മുമ്പിൽ വിവാഹം കഴിക്കാൻ മുഹൂർത്തം ഒന്നും നോക്കാറില്ലെന്ന് അന്തംഗമ്മികൾക്ക് മനസ്സിലാകുക പിന്നെ എങ്ങനെയാന്ന്? അത് സംഭവമാണല്ലോ അല്ലെ. എല്ലാ സഖാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ വിവാഹങ്ങളും നടക്കുമെന്നും ദേവസ്വം ബോർഡും പോലീസുകാർ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് എന്താ സംഭവം? ഇത് കൈരളി ചാനല്, കൈരളി എന്ന് പറയാൻ പറ്റില്ല, ചാനല്, മാപ്രാന്ന് പറയാം നമുക്കല്ലേ, ആ ചാനലിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. പിന്നെ കുറച്ച് അന്തംഗമ്മികൾക്കും, വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല. അയ്യോ, രാവിലെ മുതലേ എനിക്ക് കേൾക്കുന്നൊരു സംസാരാണിത്.
സുരേഷ് ഗോപി സാറിന്റെ മോളെ കല്യാണത്തിന് 17 വിവാഹം മുടക്കി എന്നൊക്കെ പറയാൻ നാണോ മാനോ ഒന്നുമില്ലേ നിങ്ങൾക്ക്? ഞാൻ അതൊന്നല്ല ഇത്രയും ഈ കമ്മികളോട് ഇത്രയും നാറിയ തെണ്ടിത്തരമായിട്ടുള്ള ഈ ഒരു കളി, അതായത് ക്യാപ്സ്യൂള് ഇനിയെങ്കിലും നിർത്ത്. എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ ഈ ഒരു ക്യാപ്സ്യൂൾ എന്താണ് എന്നുള്ളത്. വിപ്ലവ ഗാനം പാടുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും രാമ 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 പാടാനാണ്. അങ്ങനെയെങ്കിലും ഒരു മനസ്സിനൊന്ന് ശാന്തി ലഭിക്കട്ടടോ. ഇതൊന്നും അറിയാതെ, അതായത് വിളക്കിനെ പറ്റി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങളെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 17 കല്യാണം മുടക്കിയിട്ടുണ്ട്. ആരാണ് മുടക്കിയത്? അത് നമ്മുടെ നരേന്ദ്രമോദിജി പോലും. ഇതറിയാൻ അന്തം കമ്മികൾക്ക് അറിയാം. ക്യാപ്സ്യൂള്, വലിയ രീതിയിലുള്ള ക്യാപ്സ്യൂളുകളാണ് ഇന്ന് ഇറക്കുന്നത്. എന്താ ചെയ്യ? അതിന്റെ ഇടയ്ക്ക് എന്റെ ആദ്യ ഭർത്താവിന് സുഖലേന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് ചോദിച്ചോളൂ പോയിട്ട്. സോനിയർ ലുക്ക് ഫോർ മുത്തപ്പൻ, ഹരേ കൃഷ്ണ. നൗഫൽ, രജിത, പ്രദീപ് പുരുഷോത്തമൻ. ലാസ്റ്റ് കമന്റിന് റിപ്ലൈ കൊടുക്കാം. എന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഇത് കുറെ ആയില്ലേ ഇങ്ങനെ നിങ്ങൾ എന്താ പറയേണ്ടത്, പുതിയ AKG സെന്ററിൽ അവതരിപ്പിക്കുന്ന പുതിയ നാടകം, അതായത് ഗുരുവായൂരിലെ കല്യാണം മുടക്കൽ തന്നെ പറയാം നമുക്ക്. ഇന്നത്തെ ലൈവ് അതാണ്. നിങ്ങൾക്കും അഭിപ്രായം പറയാ തീർച്ചയായിട്ടും. എന്തായാലും 17 ഗുരുവായൂരിൽ തട്ടുകടകൾക്കും അതുപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങൾക്കും നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ ആദ്യമേ പറഞ്ഞുതരാം പോരെ. നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കറുപ്പ് വസ്ത്രങ്ങൾ നിരോധിച്ചതുപോലെ എന്തായാലും ഇതങ്ങനെ ഉണ്ടാവില്ല കേട്ടോ സുഹൃത്തുക്കളെ. എന്തായാലും അന്തങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ അന്തങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കണം. എന്താണെന്ന് വെച്ചാൽ എല്ലാ CPM-കാരും ഇതൊന്ന് കേൾക്കണം. അതായത് ക്ഷേത്രങ്ങളിൽ വിവാഹം കഴിക്കാൻ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം കഴിക്കാൻ പ്രത്യേകിച്ച് ടൈമോ അല്ലെ സമയമൊന്നുമില്ല. പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്, അത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് പ്രധാനമന്ത്രിയാടോ എത്തുന്നത്. അപ്പൊ അവിടെയുള്ള സമയത്തിന് മറ്റു വിവാഹ ഇതില് ചെറിയൊരു മാറ്റം വരുത്തുന്നു. ആ മാറ്റം അവരെ വീട്ടുകാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പ്രശ്നമില്ല. പിന്നെ ഇവിടെ ആയിരിക്കാം പ്രശ്നം? മാമ ചാനലുകൾക്ക് മാത്രം അല്ലേ? ഈ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ എനിക്ക് CPM-ന്റെ ആൾക്കാരോടും അതുപോലെ തന്നെ മുസ്ലിംസിന്റെ ആൾക്കാരോടും കൂടി തന്നെ ഞാൻ പറയുന്നത്, അതായത് പ്രധാനമന്ത്രി വന്നാല് അദ്ദേഹം VIP ആടോ. കേരളത്തിൽ വരുന്ന ഒരു VIP ആണ്. ആയതുകൊണ്ട് സുരക്ഷ നോക്കണം. അത് ആര് പ്രധാനമന്ത്രിയാണെങ്കിലും. ഇത് നരേന്ദ്രമോദി ആയതുകൊണ്ട് മാത്രമല്ല. മനസ്സിലായിനാ? കല്യാണങ്ങൾ മുടങ്ങാൻ സാധ്യത കുറവാണെന്നാണ്. എനിക്കതൊന്നുമല്ല. കല്യാണം മുടക്കി പോലും എത്ര 17 കല്യാണം ഇപ്പൊ 12 ചുരുങ്ങിയിട്ടുണ്ട്. 6 മണി മുതൽ 9 മണിക്കുള്ളിലാണ് പ്രധാനമന്ത്രിന്റെ സന്ദർശനം. അതിനു മുന്നോ അല്ലെ അതിനു ശേഷമോ അവിടെ വെച്ച് ആർക്കും വിവാഹം കഴിക്കാം. ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ കുരുപൊട്ടിച്ചാൽ എന്താ ചെയ്യാ? നിങ്ങൾ തന്നെ പറ. എന്തായാലും സഹാക്കന്മാർ തള്ളിക്കൊണ്ടിരിക്കട്ടെ, ഒരു സമാധാനം ആയിക്കോട്ടെ, രാമരാമൻ ജയിക്കട്ടെ അവര് അല്ലേ. പഴയ കാലത്ത് നിന്നും വിളക്ക് കത്തിക്കാത്തൊരു കാലത്ത് നിന്നും പുതിയതിലേക്ക് വന്നത് നല്ല കാര്യല്ലേ? എന്ത് തന്നെയായാലും അവരവിടുന്ന് തള്ളിച്ചോട്ടെ. തള്ളലോ പിടിക്കലോ എന്തെങ്കിലും ആയിക്കോട്ടെ സഹാക്കന്മാർ.
അതായത് അവരെ പ്രവർത്തനം, അതായത് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് തൃശ്ശൂരിലെ ആൾക്കാരോട് കൂടി തന്നെയാണ് പറയുന്നത്. സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോ. ഇവരുടെ ഈ ക്യാപ്സ്യൂളൊന്നും വില പോവില്ലെന്നേ. ഈ വ്യാജ പ്രചരണങ്ങളിൽ ഈ എന്താ അന്തങ്ങൾ മാത്രമൊന്നുമില്ല, കോൺഗ്രസ്സുകാരും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടാ. അവരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. സൈബർ ഇടങ്ങളിൽ ഭയങ്കര കരച്ചിലാണ്, രാവിലെ മുതലേ കരച്ചില, ഒരേ ഒരു കരച്ചിലാണ്. അയ്യോ സുരേഷ് ഗോപി സാറിന്റെ മോളെ കല്യാണത്തിന് 17 കല്യാണം മുടങ്ങി. പാവങ്ങൾ, ആ 17 വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും, ആ പെണ്ണിന്റെ ചെക്കൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ നാണം ഉണ്ടോന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും അടിമക്കാമികളുടെ രോദനം ക്യാപ്സ്യൂളും 1.5 ക്യാപ്സ്യൂളും ഇറക്കുന്നത്. എന്തായാലും ഗോവിന്ദേട്ടന്റെ മറുപടി ഒന്നും ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാനോ, അതൊന്നും കേട്ടിട്ടില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഞാനതൊന്നല്ല, കല്യാണം മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് കുരുപൊട്ടിയിട്ട് ഇതാകുന്നത് ഈ സൈബർ ഇടങ്ങളിൽ മാത്രമാണ്. അവിടെയൊന്നും ആർക്കും പ്രശ്നവുമില്ല, ഗുരുവായൂരൊന്നും. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം എന്നാണ് മനസ്സിലാവാത്തത്, ഇവിടെയുള്ള സഹാക്കന്മാർക്ക് മാത്രം അത് മനസ്സിലാവാത്തത്. എന്തായാലും ഗുരുവായൂരിലെ VIP സന്ദർശിക്കുന്നത്, സാധാരണക്കാർ ബുക്ക് ചെയ്ത ചടങ്ങുകളുടെ സമയം മാറ്റിവെക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമുള്ള കാര്യമൊന്നുമല്ല. അന്തങ്ങൾക്ക് മനസ്സിലായിനാ, അല്ലെങ്കിൽ CPM-കാർക്ക് മനസ്സിലായിനാ. എനിക്കിപ്പോ അന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവരാരും വരൂല. പിന്നെ ഇതിനൊക്കെ കാരണം എന്തുകൊണ്ടാണെന്നറിയാം? ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നിങ്ങൾക്കറിയാവുക, അതായത് സുരേഷ് ഗോപി സാറ് രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ട് എന്നൊരൊറ്റൊരു കാരണം കൊണ്ടാണ്. അല്ലാതെ വേറെ എന്തുവാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ വെച്ചിട്ട് ആളുകൾ ഈ വിവാഹം നടത്തുന്നത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ പൈസ ഇല്ലാത്തത് കൊണ്ടൊന്നല്ലല്ലോ, ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അവിടെ താലികെട്ട് മാത്രമാണ് നടക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ CPM-കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിശ്വാസികളോട് പറയണം അതൊക്കെ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലേ? അപ്പൊ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ വിമർശനമൊക്കെ ആവാം, പക്ഷേങ്കിൽ അതിനൊക്കെ ഒരു മിനിമം മാന്യതയെങ്കിലും വേണം, അല്ലെ? ഒരു വിവാഹത്തിന്റെ പേരിലുള്ള വിവാദം തീർത്തും അനാവശ്യം തന്നെയാണ്. അത് ഒഴിവാക്കുക. അതായത് സാറിന്റെ മോൾക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ അർപ്പിക്കുക, ആശംസകൾ നേരുക, അതാണ് വേണ്ടത്. ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുക. ഇതിന് മറുപടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് മറുപടി തരാൻ അറിയായിട്ടൊന്നുമല്ല. എന്നിട്ട് അങ്ങേരുടെ സഹായങ്ങൾ, അതായത് നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ സഹായം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വരും, അല്ലേ? പക്ഷെ ഇത് സുരേഷ് ഗോപി സാർ BJP ആണ്, പക്ഷെ അവരെ നമുക്ക് ചീത്ത പറയാം, പക്ഷെ അവരെ സഹായം നമുക്ക് വേണം. മറ്റുള്ളവരുടെ കല്യാണം ഒന്നും മുടക്കിയിട്ടില്ല ബ്രോ. നിന്റെ നാട്ടിലൊക്കെ ഗുരുവായൂർ, നീയൊക്കെ CPM ആണെങ്കിൽ നീയൊക്കെ എപ്പോഴാന്ന് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയത്? നീയൊക്കെ എപ്പോഴാന്ന് ഈ ജാതകം നോക്കാൻ തുടങ്ങിയത്? നീയൊക്കെ എപ്പോഴാ വിശ്വാസം ഇങ്ങനെ എന്താ പറയുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? എന്റെ ദൈവമേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത് നീയൊക്കെ എപ്പോഴാന്ന്? CPM-കാരനോടാന്ന് ചോദിക്കുന്നത്. വർത്താനം പറയാൻ എനിക്ക് തീരെ അറിയില്ല, ഒരു വിധത്തിൽ അറിയില്ല. പറയേണ്ട കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ.
ഉളുപ്പില്ലാത്ത എന്നിട്ട് പറയാന്ന്. ഇതാ കണ്ടിനല്ലോ, ഇത് വായിച്ചു നോക്ക് നല്ലോണം. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റി വെച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം പറയുന്നുണ്ട്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റി വെച്ചിട്ടില്ല. വിവാഹ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള ക്രമീകരണം മാത്രമാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ കുരുപൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുവാടെ ഇതൊക്കെ? അതാണ് മനസ്സിലാവാത്തത്. ഒറ്റൊരു ദൃശ്യ മാധ്യമം മാത്രമാണ് ഈ കുത്തിത്തിരിപ്പുമായിട്ട് മുന്നോട്ട് വന്നത്. അത് ഏതാ മാധ്യമാണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. യോഗേഷ് കുമാർ, പ്ലീസ് സ്റ്റോപ്പ് ബാഡ് സ്പീച്ച്. നിങ്ങൾക്ക് ബാഡ് സ്പീച്ച് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വരണ്ട. മനസ്സിലായില്ല? അതായത് കൃത്യമായിട്ട് പിന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമം. അതായത് നിങ്ങൾ പറയും ജനാന്നൊന്നും പറയല്ല. കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം കുത്തിത്തിരുമ്പുമായി ഇറങ്ങിയിട്ടുണ്ട്. ഗുരുവായൂരിൽ കല്യാണം രജിസ്റ്റർ ചെയ്ത വീട്ടുകാരുടെ ടെലിഫോൺ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു അഭിപ്രായവും ഇന്റർവ്യൂവും കൊടുക്കാമോ എന്ന് ചോദിച്ചു. അവർ ഞങ്ങളെയും ബന്ധപ്പെട്ടു. അതിൽ താല്പര്യമില്ല എന്നാണ് മറുപടി പറഞ്ഞത്. ശരിയാണ്, അന്നേ ദിവസം ബുദ്ധിമുട്ടുകളില്ല എന്ന് പറയുന്നില്ല. അതിനുള്ള ക്രമീകരണങ്ങളും ദേവസ്വം നടത്തിയിട്ടുണ്ട്. കല്യാണം പുലർച്ചെ 6 മണിക്ക് മുൻപോ അല്ലെങ്കിൽ 9 മണിക്ക് ശേഷമോ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി സുരേഷ് ഗോപി സാറിനെതിരെ തിരിക്കാനുള്ള ഗൂഢശ്രമം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ആ ഹീനശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിരുന്നോ? അത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും ഒരു കാര്യം നമുക്ക് ഇതാ പറയാം. അതായത് അമ്പലവും വിശ്വാസവും ഇല്ലാത്തവരാണ് അമ്പലവാസികളുടെ മുഹൂർത്തം മുടങ്ങുമെന്ന് പറഞ്ഞ് ബേജാറാക്കുന്നത് എന്നുള്ളത്. എന്താ സംഭവം അല്ലേ? ഒരു വിളക്ക് പോലും ഒരു വീട്ടിൽ കത്തിക്കാതെ സഖാക്കന്മാർ നിങ്ങളെല്ലാം ഞാൻ അധികം കേൾക്കാറുണ്ട്. അതായത് എൻ്റെ വീട്ടിലൊന്നും വിളക്ക് കത്തിക്കാറില്ല എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ട് ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയുന്ന സഖാക്കന്മാരോട് പറയുന്നുണ്ട് അല്ലേ? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവില്ല. പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് വിളക്ക് വരെ കത്തിക്കാറില്ല വീടുകളില്, ജാതകം നോക്കാറില്ല, നമ്മളെ മക്കൾ ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കുന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടി വിയിൽ തന്നെ ഇന്റർവ്യൂ ഒരുപാട് നേതാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ന്യായമായ ചോദ്യമല്ലേ ചോദിച്ചത്? ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുക. മനസ്സിലായല്ലോ? അപ്പം ക്യാപ്സ്യൂളുകൾ പോരട്ടെ, നല്ലോണം പോരട്ടെ. നിങ്ങളുടെ ക്യാപ്സ്യൂളാണ് തൃശ്ശൂർക്കാരുടെ എനർജി എന്നൊക്കെ പറയില്ലേ, അതാണ്. അതെ, അതും ശരിയാണെന്ന് പറഞ്ഞിട്ട് വെൽജു എഴുതിയിട്ടുണ്ട്. എന്ത് ശരിയാണ് സുഹൃത്തെ? വീട്ടിലൊരു വിളക്ക് പോലും കത്തിക്കാത്ത CPM ആൾക്കാര്, അതായത് ജാതിയും മതവും, അതായത് നമുക്ക് ജാതിയില്ല, നമ്മൾക്ക് മതമില്ല, നമ്മൾ വിളക്ക് കത്തിക്കാറില്ല, നമുക്ക് ഈശ്വരനില്ല, ഞങ്ങൾക്ക് പിന്നെ ദൈവമില്ല എന്നൊക്കെ 100 പ്രാവശ്യം വിളിച്ചു പറഞ്ഞ അവരാണ് ഇപ്പൊ സാറിന്റെ മോളെ കല്യാണത്തിനൊരു വിവാദം, അതായത് ഇവര് തന്നെ ഉണ്ടാക്കിയൊരു വിവാദം വന്ന സമയത്ത് ഇങ്ങനെ പറയുന്നത്. വിളക്ക് എന്താണ് അല്ലെ, എന്തിനാണ് കത്തിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം പിന്നെ പറയണ്ടേ? അപ്പം പിന്നെ തീർച്ചയായിട്ടും പറയണ്ടേ? അത്രയേ ഉള്ളൂ. ഞാനും അതാ പറഞ്ഞത്. ഇന്ന് ചാനലിലൊക്കെ ഇതാണ് ചർച്ച.
ഗുരുവായൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട്, വിവാഹമൊന്നും മാറ്റി വെച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കാണ് ഇത്രയും വലിയ പ്രശ്നം? ഇതുവരെ വിളക്ക് തൊഴുതാൻ, അതായത് ഒരു പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ടൊന്ന് എന്താണെന്ന് അന്വേഷിക്കാനോ കഴിവില്ലാത്ത ആൾക്കാരാണോ നിങ്ങൾ പറയുന്നത്? CPM-ന്റെ ആൾക്കാരോടാ ചോദിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ വിളക്ക് കത്തിക്കാറുണ്ടോ? ദൈവം ഏതാണ് ദൈവം എന്ന് പോലും ചോദിക്കാറുണ്ടോ? ഒരു പക്ഷെ ഉള്ളിൽ ചോദിക്കാറുണ്ടാവും. കാരണം നിങ്ങളൊക്കെ വലിയ വലിയ നേതാക്കന്മാരാകുമ്പം CPM-ന്റെ വീട്ടുകാർക്ക് വിളക്ക് കത്തിക്കാൻ പാടില്ല, അവിടെ പിന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പം അവരെ ഭാര്യമാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അമ്പലത്തിൽ പോകുന്നുണ്ടാവും. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ അമ്പലത്തിൽ പോകുന്നുണ്ടാവും അല്ലെ? അതുപോലെ തന്നെ പിണറായി വിജയന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മളെ പുള്ളിക്കാർക്ക് അറിയില്ലല്ലോ. അവര് ഇതിന് ശക്തമായിട്ട് വാദിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഈ ഒരു കാര്യം പറയേണ്ടിട്ട് മാത്രമാണ് വന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ ഒരു സന്തോഷ് ശ്രീധരെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. വീട്ടിൽ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ടോ എന്ന് നിനക്ക് മാന്യമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ടോ? നീ ഒരു ഹിന്ദു ആണോ? ഏതൊരു ഹിന്ദുവിന്റെ വീട്ടിലും വിളക്ക് കത്തിക്കാറുണ്ട്. എന്റെ വീട്ടിലൊക്കെ വിളക്ക് കത്തിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്. നാണവും മാനവും ഇല്ലാത്ത സന്തോഷം, നിനക്ക് എന്ത് നാണം ഇങ്ങനെ വന്നിട്ട് ചോദിക്കാനുള്ളത്? അറിയാം, ഞങ്ങൾ വിളക്ക് കത്തിക്കാറുണ്ട്. അത് വിളക്ക് ഉള്ളെടുത്ത് പ്രകാശം പരത്താൻ. ന്യായമായ ക്യാപ്സ്യൂള്. ഇത് വലിയൊരു ക്യാപ്സ്യൂളാണ്, 1.5 ക്യാപ്സ്യൂള്. എന്താ അല്ലേ? ഇനി അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് വിചാരിക്കണം. ഇതാ, അതായത് ഞാൻ നിങ്ങൾക്ക് വായിച്ചുതരാം. നടക്കുന്നത് തെറ്റായ പ്രചരണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റി വെച്ചിട്ടില്ല. വിശദീകരണവുമായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ആണല്ലോ. കൈരളിയല്ലേ? നാളവും മകനുമില്ലാത്ത കൈരളിമാർ നുണയന്മാരാണ്. വരുന്നത് നമ്മുടെ പ്രധാന സേവകനാടോ, അല്ലാതെ കേരള മുഖ്യമന്ത്രിയല്ല. കേരള മുഖ്യമന്ത്രി ആണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കറുപ്പെടുത്തിട്ടൊന്നും അവിടെ പോകാൻ പറ്റൂല. അത് ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാം. മനസ്സിലായിനാ? ഇവിടെ കുറെ ആൾക്കാർക്ക് നുണകൾ മാത്രം പ്രചരിപ്പിക്കാനായിട്ട് ഒരു സൈബർ ലോകമായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് നിങ്ങളിപ്പം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നവ കേരള നുണകൾ എന്ന് തന്നെ പറയാം നമുക്ക്. കമ്മി ചാനലുകൾ മാത്രം നൽകിയ വാർത്തയാണ്. അതുകൊണ്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ കാണുക. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം. എന്നെ വിളിച്ചിട്ടുണ്ട്. ഷിച്ചിൽ പുതിയാണ്ടി എന്തുവാടേ? ധനേഷ് പുത്തൻപുരയിൽ പറയുന്നവർ അവിടുന്ന് പറയട്ടെ. അതെ, സത്യാണ്. വിളക്ക് കത്തിക്കുന്ന സമയങ്ങളിൽ ഞാൻ ലൈവ് വരാറില്ല. മനസ്സിലായിനോ? ഞാൻ രാവിലെയാണ് ലൈവ് വരുത്ത്. പിന്നെ ഒരു 8 മണിക്ക് ശേഷമാണ് ലൈവിൽ വരുത്തത് തന്നെ. സന്തോഷ് ശ്രീധരെ, എന്റെ ലൈവിന്റെ സമയം ഒന്ന് നോക്കുക. ഈ സമയത്തൊന്നും വിളക്ക് കത്തിച്ചിട്ട് വീട്ടിൽ വെക്കാറില്ല. എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് 6:15 6:20 ആകുമ്പോഴേക്ക് വിളക്ക് കത്തിച്ച് കഴിയും. നിന്റെ വീട്ടിൽ 9 മണിക്കാണോ വിളക്ക് കത്തിക്കാറ്? ചിലപ്പോ അങ്ങനെയായിരിക്കും. സഖാവായിരിക്കും. കഷ്ടം സഖാവേ. അപ്പം ശരി, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും അഭിപ്രായങ്ങൾ പോരട്ടെ. ശരി എന്നാൽ.